ഹായ് ഫ്രണ്ട്സ്, നമസ്കാരം. ഓൾ ഫ്രെയിംസിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ എത്തിയിരിക്കുന്നത് മറ്റെവിടെയല്ല, യമഹ മുരുകാലയം ചവറയിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് എന്താണെന്നല്ലേ, ഇവിടെ കുറേ ഓഫറും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ വീഡിയോ എടുക്കണം എന്ന് നമ്മളും വിചാരിച്ചിട്ട് അങ്ങനെ വന്നതൊന്നുമല്ല. അപ്പം ഞാൻ ഇവിടെ നിന്ന് ഒരു യമഹ റേ ഇസഡാറിൻ്റെ ഒരു സ്കൂട്ടർ വാങ്ങുകയുണ്ടായി. അപ്പം ഇവിടെ വന്നപ്പോൾ ഞാൻ ഒത്തിരി ഷോറൂമുകളിൽ തിരക്കി കേട്ടോ. കാര്യം കരുനാഗപ്പള്ളി തിരക്കി, അതുപോലെ തന്നെ കൊല്ലത്ത് തിരക്കി, അതുപോലെ തന്നെ ഓച്ചിറയെ തിരക്കി, കായംകുളം തിരക്കി, എല്ലായിടത്തും വില തിരക്കിയതിന് ശേഷമാണ് നമ്മുടെ ഈ മുറ്റത്ത് മുല്ലയ്ക്ക് മണമില്ല എന്നെല്ലാവരും പറയുന്നത് എനിക്ക് സത്യമായി തോന്നിയ അപ്പോഴാണ്. കാര്യം എൻ്റെ സ്വദേശം ചവറയാണ്. അപ്പോൾ ചവറയിൽ ഏറ്റവും ലാസ്റ്റാണ് ഞാൻ അതിൻ്റെ വിലയും കാര്യങ്ങളും എല്ലാം തിരക്കിയത്. അപ്പം ഈ കൊല്ലത്തായാലും ശരി, കരുനാഗപ്പള്ളിയിലായാലും ശരി, ഓച്ചിറ, കായംകുളം ഇവിടെ എല്ലാം പറഞ്ഞതിനേക്കാളും, അത് തിരുവല്ല, പത്തനംതിട്ട വരെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ ഈ വിലയും തിരക്കി. അപ്പം ഇവിടെ എല്ലാം പറഞ്ഞതിനേക്കാളും വില കുറച്ച് പറഞ്ഞതും കൂടുതൽ ഓഫർ തന്നതും ഈ മുരുകാലയം യമഹ ചവറയാണ്. അപ്പോൾ തന്നെ ഞാൻ അമലിനോട് പറയുകയുണ്ടായി, അമലെ നമുക്ക് ഇവരുടെ ഒരു വീഡിയോ എടുക്കണമെന്നുള്ളത്. സത്യത്തിൽ എനിക്ക് ഉണ്ടായ അനുഭവം, കാര്യം ഞാൻ ഒത്തിരി ഷോറൂമുകളിൽ വിളിച്ചിട്ട് എനിക്കുണ്ടായ ഒരു അനുഭവമാണ് ഇപ്പോൾ നിങ്ങളോടൊപ്പം പങ്കുവയ്ക്കുന്നത്. അപ്പോൾ ഇവരുടെ ഓഫറും കാര്യങ്ങളും എന്താണെന്നുള്ളത് നമുക്ക് വീഡിയോയിലൂടെ കാണാം. അങ്ങനെ അതാണ്ട് നമ്മൾ യമഹയുടെ ഷോറൂമിനുള്ളിലേക്ക് കയറിയിരിക്കുകയാണ്. വളരെ ചെറിയ ഷോറൂമാണ്, പക്ഷേ ഒട്ടനവധി വണ്ടികൾ ഇവിടെയുണ്ട്. ഇവിടെ ഏറ്റവും കൂടുതൽ സെയിലാവുന്ന വണ്ടി അവർ തന്നെ പറയുകയുണ്ടായി റേ ഇസഡാറും അതുപോലെ തന്നെ യമഹയുടെ ഫസീനോയും ആണ് ഏറ്റവും കൂടുതൽ സെയിലാവുന്നത്. അപ്പോൾ അതിൻ്റെ ഓഫറുകളാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും വേറെ വണ്ടികൾ അവർ എടുത്തു തരില്ലയോ എന്നുള്ളത്. യമഹയുടെ ഏത് വണ്ടികൾ വേണമെങ്കിലും അവർ നിങ്ങൾക്ക് എടുത്തു തരുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് അവരുടെ എക്സിക്യൂട്ടീവ് ഉണ്ട്, അവരുമായിട്ട് നമുക്ക് സംസാരിക്കാം. എന്തൊക്കെയാണ് അവരുടെ ഓഫർ, കാര്യങ്ങൾ, എത്ര വെയിറ്റിംഗ് പീരീഡ്സ് എത്ര ഉണ്ട്, ഇതെല്ലാം അവർ നമ്മളോട് ഇപ്പം പറയുന്നതായിരിക്കും. വെൽക്കം ശ്രീസാജ്. ശ്രീസാജാണ് ഈ ഷോറൂമിൻ്റെ ഓണർ. അപ്പോൾ ഇവിടെയുള്ള ഓഫറും കാര്യങ്ങളൊക്കെ നമ്മളെക്കാളും കൂടുതൽ അറിയാവുന്നത് ശ്രീസാജിനായിരിക്കും. ശ്രീസാജ് നമ്മളോട് അത് പങ്കുവയ്ക്കുന്നതായിരിക്കും. നമുക്ക് കൂടുതലും പോകുന്ന വണ്ടി എന്ന് പറഞ്ഞാൽ സ്കൂട്ടേഴ്സ് മോഡലാണ് കൂടുതലും പോകുന്നത്, ഇവിടെ സെയിലാവുന്നത് കൂടുതലും. ഓക്കെ, രണ്ട് മോഡലാണ് വരുന്നുള്ളത്. ഒന്ന് റേ മോഡലും ഒന്ന് ഫാസിനോ മോഡലുമാണ് കൂടുതലും വരുന്നത്. ഓക്കെ. അല്ല, അപ്പം ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ വന്നപ്പോൾ ചോദിക്കുന്നുണ്ടായിരുന്നു, ഇപ്പോൾ യമഹയുടെ ഏറ്റവും കൂടുതൽ പിള്ളേരുടെ കയ്യിലിരിക്കുന്ന R15 ഒന്നും ഇവിടെ കാണുന്നില്ലല്ലോ എന്ന്. അപ്പോൾ നിങ്ങൾ R15 ഒക്കെ എടുത്ത് കൊടുക്കുമോ? R15 കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. R15 കൂടുതലും നമുക്ക് ബുക്കിംഗ് അനുസരിച്ചാണ് കൊടുക്കുന്നത്. ബുക്കിംഗ് അനുസരിച്ച് എടുത്ത് കൊടുക്കും. കാര്യങ്ങളും എല്ലാം വെച്ച് വരുന്നുണ്ട്. നമുക്ക് ഏത് കളറാണ് ഏറ്റവും കൂടുതൽ പോകുന്നതെന്നുള്ളത് അത് ലിമിറ്റഡ് വെച്ച് നമ്മൾ എടുക്കുന്നത് കൂടുതലും പെട്ടെന്ന് തന്നെ സെയിലായി. എത്ര നാളത്തെ ബുക്കിംഗ് വരും ഒരു R15 ഒരാൾ ചോദിക്കുവാണെങ്കിൽ? നമുക്കിപ്പോൾ ഉള്ള ലിമിറ്റഡ് കളേഴ്സിന് മാത്രമേ ഉള്ളൂ ഇത്തിരി ഒരു ലേറ്റ്നെസ് വരുന്നത്. എന്നാലും എത്ര നാള്? എന്നാലും വരുന്ന ഒരു 20-20 ഡേയ്സ് ആ കാര്യങ്ങളിലൊക്കെ അത്രേ വരുന്നുള്ളൂ. 20 ദിവസത്തിൻ്റെ വെയിറ്റിംഗ് പീരീഡേ വരുന്നുള്ളൂ. R15 ഏത് കളർ വേണമെങ്കിലും നിങ്ങൾക്ക് എടുത്തു തരും. ധൈര്യത്തോടെ നിങ്ങൾക്ക് വരാം. ഇവിടെ ഇപ്പോൾ R15 ഇരിക്കുന്നില്ല, അതുകൊണ്ട് ചോദിച്ചെന്ന് മാത്രം. പക്ഷേ അങ്ങനെ അതുകൊണ്ടൊന്നും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. എപ്പോൾ വേണമെങ്കിലും നിങ്ങൾക്ക് വിളിക്കാം. വിളിച്ച് വന്നതിന് ശേഷം ഒരു 20 ഡേയ്സ് മാക്സിമം. നമുക്ക് അതുപോലെ R15 R15S എന്ന് പറഞ്ഞ മോഡലുണ്ട്, E3S. അതിനാണെങ്കിൽ താമസം വരുന്നില്ല. നമുക്കൊരു 5-6 ദിവസത്തിനുള്ളിൽ കൊടുക്കാൻ പറ്റും. ലോണും കാര്യങ്ങളും എല്ലാം ഉണ്ടല്ലോ. എല്ലാ ലോണും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നമുക്ക് ഡൗൺ പേയ്മെന്റ് ആണെങ്കിൽ 20 രൂപ അടച്ചാലും നമുക്ക് R15 V4 ആയാലും നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം ഏറ്റവും കൂടുതൽ ഓഫർ കിടക്കുന്നത് ഫസീനോയ്ക്കും അതുപോലെ റേ ഇസഡാറിനുമാണ്. വരുമ്പോൾ ഏറ്റവും കുറഞ്ഞ ഡൗൺ പേയ്മെന്റ് നമുക്ക് തന്നെ ഒരു 1000 രൂപ അടച്ചാലും നമുക്ക് വണ്ടി ഇറക്കാന്നുള്ള രീതിയിൽ നമുക്ക് വണ്ടി ഇറക്കാം. ഇതിനൊരു 1000 അടച്ചാൽ മതി. നല്ല കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ കസ്റ്റമർക്ക് ഒരു 1000 രൂപ അടച്ചാലും നമുക്ക് വണ്ടി ഓൺ റോഡിൽ ഇറക്കാൻ പറ്റുന്നുണ്ട്. മന്ത്ലി പിന്നെ സിസിയും വരുവാണെന്നുണ്ടെങ്കിൽ ഇപ്പൊ കുറഞ്ഞ ഒരു ഇൻട്രസ്റ്റ് കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരു 4700 1500 ഒക്കെ EMI വെച്ച് 1000 രൂപ അടച്ചു കഴിഞ്ഞാൽ നമുക്ക് വരുന്നുള്ളൂ. എത്ര നാളത്തേക്ക് നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ലോൺ? നമുക്ക് 2.5 വർഷം വരെയാണ് നമ്മൾ മിനിമം നല്ല പ്രൊഫൈൽ കസ്റ്റമർ ചെയ്യുന്നത്. പിന്നെ നല്ല എക്സ്റ്റെൻഡ് നല്ല ബാങ്ക് ട്രാൻസാക്ഷൻ കാര്യങ്ങൾ അങ്ങനെ കരവടച്ചതോ കാര്യങ്ങളോ എന്തെങ്കിലും എക്സ്ട്രാ പ്രൊഫൈൽ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് അത് ഇത്തിരി നീട്ടി ഒരു 3500 ഒക്കെ EMI വരുന്ന രീതിയിൽ നമുക്ക് ചെയ്ത് കൊടുക്കാം. ഒരു 5 years വരെ ചെയ്യാൻ പറ്റും. 4 years വരെ മാക്സിമം 4 വർഷമാണ് നമ്മൾക്ക് ലോണും കാര്യങ്ങളും ഒക്കെ കിട്ടുന്നത്. അപ്പം ഈ ഫസീനോ നമ്മൾക്കല്ലാതെ റെഡി ക്യാഷ് പേയ്മെന്റിനാണെങ്കിൽ ഓൺ റോഡ് എത്ര രൂപയ്ക്ക് ഇറക്കാൻ പറ്റും? ഫാസിനോ ഡ്രം മോഡലാണെങ്കിൽ ഒന്ന് 10 സംതിങ് അടുപ്പിച്ച് വരും. ഡ്രം വരുന്നതിന്റെ കാര്യങ്ങളെല്ലാം കൂടെ ചെയ്തു വരും. ഒന്ന് 10 ആണെന്നുണ്ടെങ്കിൽ ഒന്ന് 20 അതിന്റെ അകത്ത് അനുസരിച്ച് ഏകദേശം ഒരു വലിയ വ്യത്യാസം, ചെറിയ വ്യത്യാസങ്ങൾ ഓൺ റോഡ് പ്രൈസിൽ കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. എല്ലാ മാസം ചെറിയൊരു ഇൻക്രിമെന്റും കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പ്രൈസിന്റെ വ്യത്യാസം വരുന്നുണ്ട്. ഓക്കെ. അപ്പൊ എന്തായാലും കസ്റ്റമറിന് ധൈര്യത്തോടെ നിങ്ങളെ വിളിക്കാം, സമീപിക്കാം എന്ന് തന്നെയാണ് പറയുന്നത്. 100% നമ്മൾ എപ്പോഴും ആക്റ്റീവ് ആയിരിക്കും. എപ്പോൾ വേണമെങ്കിലും ടെലികോളിംഗ് കാര്യങ്ങളും എല്ലാം ആക്റ്റീവ് ആണ്. നിങ്ങൾക്ക് എല്ലാ ഡീറ്റെയിൽസും വേണമെങ്കിൽ വാട്സാപ്പ് കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട്. പിന്നെ അത് എന്തോ ഡീറ്റെയിൽസ് സംശയം ഉണ്ടെങ്കിൽ എന്താണെങ്കിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഇപ്പൊ എനിക്ക് തോന്നുന്നു ഹോണ്ടനൊക്കെ കൂടുതൽ ഇറങ്ങുന്ന ഫസീനോ കൂടുതലും പോകുന്നതെന്ന് വെച്ചാൽ നമുക്ക് മൈലേജ് കാര്യങ്ങൾ കൂടുതൽ ഉണ്ടായോണ്ടാണ് പോകുന്നത്. ഹൈബ്രിഡ് മോഡൽസ് ആണ് നമുക്ക് വരുന്നത്. വേറെ ഒരു കമ്പനി ഹൈബ്രിഡ് മോഡൽസ് ഇറക്കുന്നില്ല. യമഹ മാത്രമാണ് ഹൈബ്രിഡ് മോഡൽ ഇറക്കുന്നത്. ഹൈബ്രിഡ് മോഡൽ വരുന്നത് ഹോണ്ട ആക്റ്റീവയിലും ഹൈബ്രിഡ് മോഡൽ വരുന്നുണ്ട്. മോഡൽസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. പക്ഷേ മൈലേജ് ഏറ്റവും കൂടുതൽ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം അത് യമഹയ്ക്ക്
മുരുഗാലയ്ക്ക് തന്നെയാണ്, ഫസീനോയ്ക്ക് തന്നെയാണ് 70 അല്ലേ 70 കിലോമീറ്റർ മൈലേജ് ആണ് നമുക്കിപ്പം ARI സർട്ടിഫൈ ചെയ്ത മൈലേജ് ആയിട്ട് ഫസീനോയ്ക്കായാലും ശരി റേയ്ക്കായാലും ശരി വരുന്നത്. പക്ഷെ വേറെ വണ്ടികൾക്കൊന്നും ഇത്ര മൈലേജ് ഇല്ല. പിന്നെ എന്താ പറയുക, ഓട്ടിക്കാനുള്ള ആ ഒരു കംഫോർട്ട്നെസ്സും കാര്യങ്ങളും കസ്റ്റമർ എന്താന്ന് പറയുന്നത് നെഗറ്റീവായിട്ട് എന്തെങ്കിലും കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടോ നിങ്ങളോട്? നിങ്ങൾക്ക് അറിയാം നെഗറ്റീവ്സ് കൂടുതലും വരുന്നില്ല. നെഗറ്റീവ്സ് വരുന്നില്ല. നമുക്ക് വരുന്ന വെയിറ്റ് എന്ന് പറഞ്ഞാൽ 99 കിലോ വരത്തുള്ളൂ. അതുകൊണ്ട് ലേഡീസിനാണെന്നുണ്ടെങ്കിലും പക്ക ഹാൻഡിലിംഗ് ആയിരിക്കും വണ്ടി. നമുക്ക് ഇത്തിരി പൊക്കം കയറ്റമുള്ള റോഡിലൊക്കെ ആണെങ്കിലും നല്ലോണം ഹാൻഡിൽ ചെയ്ത് കൊണ്ടുനടക്കാൻ പറ്റുന്നുണ്ട്. കൊണ്ടുനടക്കുന്ന ലേഡീസിനാണ് കൂടുതൽ അവർ നല്ല വരുന്നത്. മൈലേജ് ഞങ്ങൾ കൂടുതലും പറയുന്നുള്ളത് എന്ന് പറഞ്ഞാൽ സ്ട്രൈറ്റ് റോഡ് കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. അല്ല, എത്ര കിട്ടുന്നുണ്ട് ഇവിടെ കസ്റ്റമർ വരുമ്പോൾ അവർക്ക് പറയുന്ന 70 അല്ല 110 വരെ കിട്ടുന്നുള്ള കസ്റ്റമർ പറഞ്ഞിട്ടുണ്ട്. അത് അത്രയും വരെ കിട്ടുന്നുണ്ടോ? 110 വരെ കിട്ടുന്നുണ്ടോ? പ്രൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയൊക്കെ കിട്ടുന്നുണ്ട്. സൈഡിലൊക്കെ യൂട്യൂബിലും എല്ലാം കിടപ്പുണ്ട് അത്രയും മൈലേജ് കാര്യങ്ങളും. സ്ട്രൈറ്റ് ആയിട്ടുള്ള റോഡിലാണ് നമ്മൾ 70 പറയുന്നതെന്ന് പറഞ്ഞാൽ നമ്മൾ നോർമൽ കണ്ടീഷനിൽ 70 അടിപ്പിച്ച് മൈലേജ് കിട്ടുന്നുണ്ട്. കസ്റ്റമർ പറയുന്നുണ്ട് കൂടുതലും ധൈര്യപൂർവ്വം വിശ്വസിച്ച് മേടിക്കും. എന്തായാലും 60 കിട്ടും, ഗ്യാരണ്ടി. അത് ഗ്യാരണ്ടിയാണ്. ഓക്കെ. പിന്നെ ഇതിന്റെ വ്യത്യാസം എന്താണ്? ഇപ്പൊ ഇതിൽ ഡിസ്ക് വരുന്നുണ്ട്, ചിലതിൽ ഡിസ്ക് ഇല്ല അല്ലേ? ഡിസ്ക് ഇല്ലാത്ത മോഡൽ അവിടെ ഇരിപ്പുണ്ട്. ഇതെല്ലാം ഡിസ്ക് വരുന്ന മോഡലാണ്. ഇതാണോ ഇതിൽ ഫുൾ ഓപ്ഷൻ ഏതാണ്? ഈ സീറ്റിലൊക്കെ കുറെ വ്യത്യാസങ്ങൾ കാണുന്നുണ്ട്. അതെങ്ങനെ വരുന്നത്? ഓരോ കളറിന്റെ ഫാസിനോ എസ് എന്ന് പറയുന്ന മോഡൽ വരുന്നുണ്ട്. അങ്ങിരിക്കുന്ന മോഡൽസ് എല്ലാം ഫാസിനോ എസ് ആണ്. ഇത് സാധാരണ പറയുന്നത് സ്റ്റാൻഡേർഡ്, ഡീലക്സ്, എസ് അങ്ങനെ പറഞ്ഞാൽ 3 മോഡൽസ് ആയിട്ട്. കളറിന്റെ മാത്രം കമ്പനിയുടെ ഡിമാൻഡ്, കസ്റ്റമർക്ക് ഒരു ഡിമാൻഡ്, കാണുമ്പോൾ ഒരു വ്യത്യാസം. അതിനു വേണ്ടി മാത്രം ഇട്ടേക്കാണ്. എല്ലാ ഫംഗ്ഷൻസ് കാര്യങ്ങളും എല്ലാം വരുന്നത് സെയിം ആണ്. നമുക്ക് ഡിസ്ക് മോഡൽസ് ആണ് വരുന്നത്. LED DRL ലാമ്പ് ആയിരിക്കും വരുന്നത്. നമുക്ക് അതുപോലെ തന്നെ ഡിസ്ക് ബ്രേക്കിങ്ങിനകത്തും വ്യത്യാസം കാര്യങ്ങളും എല്ലാം വരുന്നുണ്ട്. പിന്നെ ഡിജിറ്റൽ മീറ്റർ ആയിരിക്കും വരുന്നത്. ഡിജിറ്റൽ മീറ്റർ ആണ്. മറ്റേതാകുമ്പോൾ നോർമൽ മീറ്റർ ആയിരിക്കും അല്ലേ? നോർമൽ മീറ്റർ ബേസ് മോഡലിൽ വരുന്നത് ലൈറ്റ് ഹാലജൻ ലൈറ്റ് കാര്യങ്ങളെ വരത്തുള്ളൂ. അപ്പോൾ ഒരു ഡൗട്ട്, ഏതാണ് ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്നത്? ബേസ് ആണോ അതോ നമുക്ക് ഏറ്റവും കൂടുതൽ പോകുന്നത് ഡിസ്ക് മോഡൽസ് ആണ്? ഡിസ്ക് മോഡലാണ് ഏറ്റവും കൂടുതൽ. കസ്റ്റമേഴ്സ് കൂടുതലും അടുത്ത ഒരു ജനറേഷൻ ടൈപ്പിലേക്ക് നോക്കത്തോളൂ. നോർമൽ കസ്റ്റമർ ആണെങ്കിൽ നമുക്ക് അത്യാവശ്യം ഓട്ടം കുറവുള്ള കസ്റ്റമർ, ലേഡീസ് കസ്റ്റമർ ആണെങ്കിൽ നമ്മൾ ഡ്രം വണ്ടിയുടെ ആവശ്യം വരുന്നുള്ളൂ. പിന്നെ നമ്മൾക്ക് സെയിൽ ആവുന്നത് റേസർ ഡാർ ആണോ ഏറ്റവും കൂടുതൽ സെയിൽ ആവുന്നത്, അതോ ഫസീനയാണോ? ഫസീന ആണ് കൂടുതലും നമുക്ക് സെയിൽ ആവുന്നത്. കളർ കാര്യങ്ങൾ വെച്ച് ഏറ്റവും കൂടുതൽ ക്യാച്ച് ചെയ്യുന്ന ലേഡീസിന് കൂടുതലും അവർക്ക് ഇഷ്ടപ്പെടുന്നത് ഫസീന ആണ്. അത്യാവശ്യം ജെൻസ് ടൈപ്പ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഒത്തിരി മോഡേൺ ലുക്കിൽ നോക്കുന്ന ഒരാൾക്കാണെങ്കിൽ റൈസറിലേക്ക് പോകുന്നുണ്ടല്ലേ? അതെ, ഇതിന്റെ ഇതൊക്കെ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം ഈ ലൈറ്റ് ഒക്കെ അല്ലേ സെപ്പറേറ്റ് ആയിട്ട്, സൈഡ് ലൈറ്റും കാര്യങ്ങളും എല്ലാം സെപ്പറേറ്റ് കൊടുത്തിരിക്കുന്നത്, ഫ്രണ്ടിൽ ഒരു വൈസർ വന്നിരിക്കുന്നത്, അതൊക്കെ എടുത്തു പറയേണ്ട ഒരു കാര്യമല്ലേ? ഇത് എൻടോർക്കിന്റെ ഒരു അല്ലെ? എൻടോർക്കും ഏകദേശം ഇതേ ഒരു മോഡൽ. അതിന്റെ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ഇതിന്റെ ലൈറ്റിംഗ് വരുന്നത് ഫ്രണ്ടിലാണ് വരുന്നത്. ഫ്രണ്ട് സെന്റർ ലൈറ്റ് ആണ് നമ്മുടെ ഹാൻഡിലിനകത്ത് വരത്തില്ല. ഹാൻഡിൽ സെൻട്രൽ ലൈറ്റ് വരുന്നത്. പിന്നെ കളറും കാര്യങ്ങളത്തിൽ സ്പോർട്ടി ലുക്കിലാണ് വരുന്നത്. ഇത് അതിന്റെ എനിക്ക് തോന്നുന്നു ഫുള്ള് മറ്റേ ഇതാണ് തോന്നുന്നത്, റാലി എഡിഷൻ എന്ന് പറഞ്ഞ മോഡലാണ് വരുന്നത്. അതെ. ഏറ്റവും കൂടുതൽ പോകുന്ന കളർ ഏതാണ് നിങ്ങൾക്ക് ഇവിടെ? ബ്ലാക്ക് ആണോ, ബ്ലൂ ആണോ? അങ്ങനെ ഇഷ്ടംപോലെ കളർ കാണുന്നുണ്ട്. ബ്ലാക്ക് ആണ് കൂടുതലും ഏറ്റവും കൂടുതൽ പോകുന്ന കളർ. അവർക്ക് കൂടുതൽ ബിസിനസ് യൂസ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ കൂടുതൽ ലേഡീസ് അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ കൂടുതൽ ബ്ലാക്കിലോട്ട് പണ്ട് തൊട്ടേ ഉള്ളതുകൊണ്ട് ബ്ലാക്കിലോട്ടാണ് പോകുന്നത്. പിന്നെ നമുക്ക് അല്ലാതെ എല്ലാ കളറും അത്യാവശ്യം പോകുന്നുണ്ട്. ഇനി നമുക്ക് അറിയേണ്ടത് വേറൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഇതിന്റെ ഫസ്റ്റ് സർവീസ് എങ്ങനെയാ വരുന്നത്? ഇപ്പൊ നമ്മൾ റേ എടുത്താലും ഫസീനോ എടുത്താലും ഫസ്റ്റ് സർവീസ് ഒന്നെങ്കിൽ 1000 കിലോമീറ്റർ അല്ലെങ്കിൽ ഒരു മാസം. നമ്മുടെ ഇവിടുന്ന് സെയിൽ ഡേറ്റ് വെച്ച് ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്ററിലാണ്. അതെ, ഒരു മാസം അല്ലെങ്കിൽ 1000 കിലോമീറ്ററിലാണ് നമുക്ക് ഫസ്റ്റ് സർവീസ്. പിന്നെ അത് കഴിഞ്ഞിട്ട് റിപ്പീറ്റ് ആയിട്ട് 3000 കിലോമീറ്റർ വെച്ചു. ഇനിയും നമുക്കൊരു ഡൗട്ട് ഉണ്ട്. കാര്യം കസ്റ്റമറിന് ഉറപ്പായിട്ടും ഒരു ഡൗട്ട് കാണും. ഈ സർവീസ് കോസ്റ്റ് ഏകദേശം എത്ര രൂപ വരുന്നുണ്ട്? സർവീസ് കോസ്റ്റ് ഏകദേശം 500 സംതിങ് രൂപ വരുന്നുണ്ട്. അത്രേ വരുന്നുള്ളൂ? അത്രയും വരുന്ന നമ്മൾ ഓയിലിന്റെ റേറ്റ് കാര്യങ്ങൾ, ഗിയർ ഓയിൽ അതെല്ലാം ഫസ്റ്റ് സർവീസ്. ഈ ഫ്രീ സർവീസ് എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എത്ര സർവീസ് ആണ്? ഫ്രീ സർവീസ് എന്ന് പറഞ്ഞാൽ നമ്മൾ 4 ഫ്രീ സർവീസ് 4 പെയ്ഡ് സർവീസ് ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഫ്രീ സർവീസിൽ ലേബർ ചാർജ് ഫ്രീ, അതാണ് ഉദ്ദേശിക്കുന്നത്? ലേബർ ചാർജ് കാര്യങ്ങളെല്ലാം. ബാക്കി ഓയിലിന്റെ എല്ലാം പൈസ മാത്രമേ വരത്തുള്ളൂ. കൺസ്യൂമർ ചാർജ് എന്ന് പറഞ്ഞാൽ ചെറിയൊരു എമൗണ്ട്. എന്നാലും ഏകദേശം ആ ഓയിലിന്റെ ചാർജ് ഒക്കെ വരുമ്പോഴത്തേന് ഏകദേശം എത്ര രൂപ ആവുന്നുണ്ട്? അതറിയോ, സ്കൂട്ടർ ആണെങ്കിൽ 540 അടുപ്പിച്ച് വരുന്നുണ്ട്. 540 ആ റേഞ്ചിൽ വരുന്നുള്ളൂ സർവീസ് അല്ലേ? അപ്പം ഓക്കെ, സർവീസ് കൊണ്ടും എനിക്ക് തോന്നുന്നു എന്തുകൊണ്ടും മുമ്പത്തെ നമ്മളൊരു വീഡിയോയിൽ ഇലക്ട്രിക്കൽ വണ്ടീനെ പറ്റി പറയുമ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇലക്ട്രിക് വണ്ടീനേക്കാളും എന്തുകൊണ്ടും ബെറ്റർ എപ്പോഴും പെട്രോൾ വണ്ടിയാണെന്നുള്ളതാണ്
ഇപ്പോഴും എൻ്റെ ഒരു ഓപ്ഷൻ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ കാര്യം ഇലക്ട്രിക് വണ്ടിയും കൊണ്ട് നമുക്ക് ഒത്തിരി സ്ഥലങ്ങളൊക്കെ നമുക്കിപ്പോൾ ഇവിടെ നിൽക്കുന്നു പെട്ടെന്ന് തന്നെ ഞാൻ നിങ്ങളോട് അന്ന് പറഞ്ഞു എനിക്കൊന്ന് തൃശ്ശൂർ വരെ പോകണം അങ്ങനെ ഒരിക്കലും പോകാൻ പറ്റത്തില്ല കാര്യം ഇതിൻ്റെ ഇടയ്ക്ക് നിർത്തണം ചാർജ് ചെയ്യണം തിരിച്ചു വരാൻ പറ്റില്ല അങ്ങനെയൊക്കെ ഒത്തിരി പ്രോബ്ലംസ് ഉണ്ട് പക്ഷേ എന്തുകൊണ്ടും ഇതിൻ്റെ 70 കിലോമീറ്റർ മൈലേജും ഇപ്പോൾ ഇവർ പറഞ്ഞു 100 കിലോമീറ്റർ ഒക്കെ കിട്ടുന്ന വണ്ടികളുണ്ട് അപ്പോൾ അത്രയും മൈലേജ് വെച്ച് പറയുമ്പോഴും അതുപോലെ സർവീസ് കോസ്റ്റും 550 വരുമ്പോഴത്തേന് ഏകദേശം എന്തുകൊണ്ടും ഇപ്പം ഓൺ റോഡ് എടുക്കാൻ പറ്റിയൊരു വണ്ടി യമഹയുടെ ഫസീനോ ആണെന്ന് നിസ്സംശയം നമുക്ക് പറയാൻ കഴിയും. അതുപോലെ നമുക്ക് എന്ത് കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിലും നമുക്കത് റെക്റ്റ് ചെയ്തറിയാനും കാര്യങ്ങളും എല്ലാം നമുക്ക് പറ്റും. മറ്റേ ഇലക്ട്രിക്കൽ വണ്ടികൾക്ക് നമുക്കാണെങ്കിൽ ആപ്പിൻ്റെ അപ്ഡേഷൻ വരുവാണെങ്കിലും കാര്യങ്ങളും എന്ത് വന്നാൽ അതിൻ്റെ ഒരു കംപ്ലൈൻ്റ് ഒക്കെ കുറേ കംപ്ലൈൻറ്റ് വരുന്നുണ്ട്. അതും കറക്റ്റാണ്. MT-15 ഇവിടെ ഇരിപ്പുണ്ട്. ഇതിൻ്റെ ഓഫറും കാര്യങ്ങളും എന്തൊക്കെയാണ്? ഇതിന് പ്രത്യേകിച്ച് നമ്മൾ ഓഫർ കാര്യങ്ങളും വരത്തില്ല. ഇത് വരിക ബുക്ക് ചെയ്യുക പോവുകയാണെന്നുള്ള ഇതേ ഉള്ളൂ. നമ്മൾ ഇങ്ങോട്ട് വന്ന ബുക്കിംഗ് ആണ് വരുന്നത് പറയുന്നത്. ഇപ്പോഴേ ഉള്ള ഇപ്പോൾ കളർ അവൈലബിൾ. ഇതിപ്പോൾ ഈ മാസം തന്നെ ഡെലിവറി ആവും അപ്പോഴേ പോകുക. ഏറ്റവും കൂടുതൽ പോകുന്ന ബ്ലാക്ക് കളറാണോ? ബ്ലാക്ക് കളറാണ് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്നത്. അപ്പോൾ ഇതിന്റെ ഓൺ റോഡ് പ്രൈസ് എത്രയാണ് വരുന്നത്? ഇതിന്റെ ഓൺ റോഡ് വരുമ്പോൾ 220 അടുപ്പിച്ചാണ് വരുന്നത്. 220 ഫുൾ ഓപ്ഷൻ. നമ്മൾ അത്യാവശ്യം നമ്മളിപ്പോൾ ഓഫറായിട്ട് ഒരു ഗിഫ്റ്റ് കാര്യങ്ങളും എല്ലാം കസ്റ്റമർക്ക് കൊടുക്കുന്നുണ്ട്. ഗിഫ്റ്റിന്റെ കാര്യം നമുക്ക് സംസാരിക്കണം എന്തായാലും, അതോടെ നിൽക്കട്ടെ. അപ്പോൾ ഇതിന്റെ സർവീസ് കോസ്റ്റ് എത്ര വരുന്നത്? ഇതിന്റെ സർവീസ് കോസ്റ്റ് വരുമ്പോൾ ഏകദേശം ഒരു 800 സംതിങ് രൂപ അടുപ്പിച്ച് വരും. ആ റേഞ്ച് വരുന്നത്. ഓയിലിന് അത്യാവശ്യം അത്ര റേറ്റും കാര്യങ്ങളും എല്ലാം വരുന്നുള്ളൂ. ഓക്കെ, പ്രീമിയം വണ്ടി ആയതുകൊണ്ട് പ്രീമിയം വണ്ടി. അപ്പോൾ R15 എത്ര രൂപ വരുന്നുണ്ട് സർവീസ് കോസ്റ്റ്? സെയിം തന്നെയാണ് വരുന്നത്. ഓയിൽ കാര്യങ്ങളെല്ലാം സെയിം എഞ്ചിന് കാര്യങ്ങളെല്ലാം ആണ് വരുന്നത്. പ്രൈസ് എത്ര വരുന്നത് ഓൺ റോഡ് വരുമ്പോഴത്? R15 വരുമ്പോൾ 230 അടുപ്പിച്ച് സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. V4 V3 ആണെന്നുണ്ടെങ്കിൽ നമുക്ക് 218 അടുപ്പിച്ച് ആ റേഞ്ചിലാണ് വരുന്നത് അല്ലേ? ഓക്കെ, മുരുകേഷ് ആണല്ലേ? അതെ. ഇവിടുത്തെ നമുക്ക് ലോണിൻ്റെ കാര്യങ്ങളെല്ലാം മുരുകേഷ് നമ്മളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ലോണിന് എന്തൊക്കെ ഡോക്യുമെന്റ് വേണം എന്നൊക്കെ ഉള്ളത് മുരുകേഷ് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതായിരിക്കും. ഇപ്പോൾ എനിക്ക് ഈ വണ്ടി ഓൺ റോഡിൽ ഇറക്കണം, എന്തൊക്കെ ഡോക്യുമെന്റ് വേണം? ആധാറും ബാങ്ക് അക്കൗണ്ട് മാത്രം മതി. ആധാറും ബാങ്ക് അക്കൗണ്ട് മാത്രം. കസ്റ്റമർ 5 മിനിറ്റ് ഷോറൂം ഇരിക്കുവാണെങ്കിൽ അപ്പോൾ തന്നെ അപ്രൂവൽ കാര്യങ്ങളെല്ലാം ആകും. നമുക്ക് വേറെ വെരിഫിക്കേഷനോ കാര്യങ്ങളൊന്നുമില്ല, വരുന്നില്ല. ലോൺ അപ്രൂവൽ. അപ്പം ആദ്യത്തെ ഒരു ഇൻസ്റ്റാൾമെന്റ് എമൗണ്ട് ആയിട്ട് ഞാൻ എത്ര രൂപ? 1000 രൂപയ്ക്ക് ഇറക്കാൻ പറ്റും. ഫസീനോ 1000 രൂപ. ബാക്കി ലോൺ 30 മാസത്തേക്കാണ് നോക്കുന്നതെങ്കിൽ 4400 വെച്ച് EMI വരും. EMI എല്ലാ ബാങ്കിന്റെയും ചെയ്യുന്നുണ്ട്. എല്ലാ ബാങ്കും അവൈലബിൾ ആണ്. കസ്റ്റമറിന്റെ ഇഷ്ടം 3200 രൂപയ്ക്ക് വരത്തുള്ളൂ EMI. കസ്റ്റമറിന്റെ ഇഷ്ടം അനുസരിച്ച് ചെയ്തു കൊടുക്കും. അപ്പോൾ ഓക്കെ, ഇനി റേഡ് നമുക്ക് 2000 രൂപയ്ക്ക് ഇറക്കാൻ പറ്റും. 2000 4700 വെച്ച് 30 മാസത്തേക്ക് EMI വരും നോർമലി. നല്ല ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് 4 കൊല്ലം വരെ ചെയ്തു തരാൻ പറ്റും. അതപ്പോൾ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം, കസ്റ്റമറിന്റെ ഇതനുസരിച്ചാണ് പ്രൊഫൈൽ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ ലോൺ അപ്രൂവ് ചെയ്യത്തുള്ളൂ. അപ്പം നല്ല കസ്റ്റമർ ആണെന്നുണ്ടെങ്കിൽ ചെറിയ എമൗണ്ട് അടച്ചാൽ മതി, നമുക്ക് ലോൺ കിട്ടുന്നതായിരിക്കും. MG ഒക്കെ ആണെങ്കിൽ പിള്ളേർ ഇപ്പോൾ ഏറ്റവും കൂടുതൽ 20 രൂപയ്ക്ക് 20,000 നമ്മൾ അടച്ചു കഴിഞ്ഞാൽ വണ്ടി ബാക്കി. അപ്പോൾ എത്ര രൂപ വരുന്നുണ്ട് മന്ത്ലി? നമുക്ക് 6400 വെച്ച് 4 കൊല്ലത്തേക്ക് EMI വരും. 6400 വെച്ച്. അപ്പം ഇതിന്റെ യമഹയുടെ R15 ഉണ്ടല്ലോ, അതാണെങ്കിൽ V3 30 രൂപ വെച്ച് V4 30,000 ആദ്യം അടവ് വരും. ഒരു അതിന് 6800 ലെവലൊക്കെ വരും. 6800 V3 അതെ ലെവൽ തന്നെ. നമുക്ക് വണ്ടിയുടെ വേരിയന്റുകൾ മാറുന്നതനുസരിച്ച് EMI ചെറിയ ഡിഫറൻറ്റ് ഉണ്ടായിരിക്കും. ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നുണ്ട്, അല്ലാതെ എല്ലാം സെയിം തന്നെയാണ്. ഓക്കെ, അപ്പം ഡീറ്റെയിൽസ് നമുക്ക് ആധാറും ബാങ്ക് അക്കൗണ്ട് മാത്രം മതി. 5 മിനിറ്റ് കസ്റ്റമർ ഷോറൂം ഇരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ അപ്ലോഡും കാര്യങ്ങളെല്ലാം വെരിഫിക്കേഷൻ ഒന്നും ഇല്ലാതെ തന്നെ. അതെ, ആധാറും ബാങ്കിന്റെ എന്താണ് വേണ്ടത്? ബാങ്ക് അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ബാങ്ക് പാസ്ബുക്ക് മതി. പാസ്ബുക്കും. അതെ, ആധാറും നിങ്ങളുടെ ആധാറും പാസ്ബുക്കും. പാൻ കാർഡ് വേണോ? പാൻ കാർഡ് വേണ്ട. പാൻ കാർഡും ഒന്നും ബാക്കി കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ ഫോട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾ ഒന്നും വേണ്ട. ഓക്കെ, അപ്പം ഈ 2 സംഭവങ്ങളായിട്ട് നിങ്ങൾ ഷോറൂമിൽ ധൈര്യപൂർവ്വം എത്തുക, നിങ്ങൾ സമീപിക്കുക, നിങ്ങൾ ചോദിക്കുക. ഇഷ്ടപ്പെട്ട വണ്ടി നിങ്ങൾക്ക് ഇവിടെ നിന്ന് എടുക്കാൻ കഴിയും. അപ്പം നല്ല കസ്റ്റമർ ആണെങ്കിൽ ഉറപ്പായിട്ട് 1000 രൂപയ്ക്ക് ഫസീനോ ഇറക്കാൻ കഴിയും. 2000 രൂപയ്ക്ക് നിങ്ങൾക്ക് റേ ZR ഇറക്കാൻ കഴിയും. വെറും 20,000 20,000 രൂപയ്ക്ക് MG ഇറക്കാൻ കഴിയും. 30,000 രൂപയ്ക്ക് R15 ഇറക്കാൻ കഴിയും. ഇത് തന്നെയാണ്. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് വ്യത്യാസങ്ങൾ ഇതിൽ വരാം. അതായത് കസ്റ്റമർ പ്രൊഫൈൽ ചെക്ക് ചെയ്യുന്നതനുസരിച്ച് എമൗണ്ടിൽ ചെറിയ വേരിയേഷൻസ് അങ്ങോട്ടും ഇങ്ങോട്ടും വരുന്നതായിരിക്കും. ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ചവറയിലുള്ള യമഹയിൽ വരാം. ഇവിടെ വന്ന് നിങ്ങൾക്ക് തിരക്കാം. ഡിസ്ക്രിപ്ഷനിൽ നമ്മൾ നമ്പർ കൊടുക്കുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾ വിവരങ്ങൾ പങ്കുവയ്ക്കുക. അപ്പോൾ ശ്രീസാജ്, ഇനി നമുക്ക് അറിയേണ്ടത് നിങ്ങളുടെ ഗിഫ്റ്റാണ്. ഇപ്പോൾ ഈ വീഡിയോ നമ്മുടെ വീഡിയോ കണ്ട് ഇപ്പം ഓൾ ഫ്രെയിംസിൻ്റെ ചാനലിലെ വീഡിയോ കണ്ടിട്ടാണ് വരുന്നതെന്ന് പറയുന്ന ഒരു കസ്റ്റമറിന് നിങ്ങൾ തീർച്ചയായിട്ടും എന്ത് ഗിഫ്റ്റ് ആയിരിക്കും കൊടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ എന്തായിരിക്കും അവർക്ക് വേണ്ടി നിങ്ങൾ ചെയ്തു കൊടുക്കുന്നത്? നമ്മളൊരു സ്പെഷ്യൽ ഗിഫ്റ്റ് തന്നെ നിങ്ങളുടെ ചാനൽ വഴി കണ്ടുവരുന്നവർക്കെല്ലാം നമ്മൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, ഗിഫ്റ്റ് കൊടുക്കും, ഉറപ്പാണ്. അത്യാവശ്യം നല്ല വിലയുള്ള ഗിഫ്റ്റ് തന്നെ ആയിരിക്കും. വിലയുള്ളൊരു ഗിഫ്റ്റ് തന്നെ ആയിരിക്കും. അപ്പോൾ ഗിഫ്റ്റ് എന്തായാലും നമ്മൾ എടുത്ത് പറയുന്നില്ല. നല്ല വിലയുള്ളൊരു ഗിഫ്റ്റ് നിങ്ങൾക്ക് ഉറപ്പായിട്ടും ശ്രീഷ തരുന്നതായിരിക്കും. തരുന്നില്ലെങ്കിൽ നിങ്ങൾക്ക് എന്നെ വിളിക്കാം, നമ്മളിവിടെ വന്ന് സംസാരിക്കുന്നതായിരിക്കും. 100% തരുന്നതായിരിക്കും. അപ്പം വിലയും കാര്യങ്ങളും എല്ലാം പറഞ്ഞു.
വളരെ ചെറിയൊരു വീഡിയോ ആയിരുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നമ്മൾ ശ്രീസാജിൻ്റെ നമ്പർ ഇതിൻ്റെ അടിയിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതായിരിക്കും. അതുപോലെ ലോൺ ചെയ്യുന്ന ആൾക്കാരുടെ നമ്പർ കൊടുക്കുന്നതായിരിക്കും. നിങ്ങൾക്ക് എന്തുണ്ടെങ്കിലും ധൈര്യപൂർവ്വം ശ്രീസാജിനെ വിളിക്കാം. എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഇതിന് വേണ്ടുന്ന എല്ലാ ഇൻഫർമേഷനും കിട്ടിക്കഴിഞ്ഞു. ധൈര്യപൂർവ്വം നിങ്ങൾക്ക് ഇവിടെ വരാം. അതെ, ചവറക്കാരോട് ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ്, നിങ്ങൾ കരുനാപ്പള്ളിയിലോട്ടോ അല്ലെങ്കിൽ കൊല്ലത്തോട്ടോ അതുപോലെ തന്നെ കൊട്ടിയം അങ്ങനെ ഇഷ്ടംപോലെ ഒരു തെമാട് ഷോറൂമുണ്ട്. അങ്ങോട്ടൊന്നും പോകേണ്ട ഏതൊരുവിധ കാര്യമില്ല. ധൈര്യപൂർവ്വം ചവറയിലെ ഈ ഷോറൂമിൽ വരാം. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയുകയാണ്. വീണ്ടും ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞതാണ്. കാര്യം ഞാൻ ഇഷ്ടംപോലെ ഷോറൂമിൽ വില തിരക്കിയതിന് ശേഷമാണ് ഞാൻ ശ്രീസാജുമായിട്ട് സംസാരിക്കുന്നതും ഞാൻ ഈ വീഡിയോ ചെയ്യാമെന്ന് പറയുന്നതും. അതിൻ്റെ ഇതിലാണ് നമ്മൾ ഈ വീഡിയോ ചെയ്തതും നിങ്ങൾക്ക് വേണ്ടുന്ന ഈ ഇൻഫർമേഷൻ നിങ്ങളോട് പങ്കുവെച്ചതും. അപ്പോൾ ഇത്രയും എനിക്ക് പറയാനുള്ളൂ. എപ്പോഴും പറയുന്നത് പോലെ സൈനിങ് ഓഫ് സോഹൻ.